ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ലഭ്യമാക്കി നടപ്പാക്കുന്ന ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കേരള റെയിൽവേ പോലീസിന്റെയും RPFന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയത്. മദ്യപിച്ചു വരുന്നവർ, മയക്കുമരുന്നും നിരോധിത വസ്തുക്കളും അടക്കം കൊണ്ടുവരുന്നവർ എന്നിവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന, ട്രെയിനിലെ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റുകളിലുള്ള പരിശോധന, സ്ത്രീകളുടെ യാത്രാ സുരക്ഷിതത്വം, മറ്റ് യാത്രക്കാരുടെ സുരക്ഷിത സഞ്ചാരം എന്നിവയടക്കമാണ് പരിശോധനയുടെ ലക്ഷ്യം. സ്റ്റേഷനിലേക്ക് എത്തുന്ന ട്രെയിനുകളിലെ പരിശോധന കൂടാതെ പ്ലാറ്റ്ഫോമിലുള്ളവരെ നിരീക്ഷിച്ചും ട്രെയിനിൽ യൂണിഫോമിലും മഫ്തിയിലുമടക്കം സഞ്ചരിച്ചുമാണ് പരിശോധന നടത്തുന്നത്. റെയിൽ പോലീസ് മേധാവി ഷഹൻഷാ IPSന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും നടത്തുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പരിശോധന നടത്തിയത്. കേരള റെയിൽവേ പോലീസ് SHO ബിജോയ് കുമാർ, RPF ഇൻസ്പെക്ടർ പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. കേരള പോലീസിന്റെ സ്നിഫർ ഡോഗും പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. നമ്മൾ റീസെന്റ് ആയിട്ടുണ്ടായ വർക്കലയിലുണ്ടായ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസ് ചെക്കിങ് വളരെ വിജിലന്റായിട്ട് തുടർന്നു വരുന്നത്. നിലവിലുണ്ടായിരുന്ന ചെക്കിങ്ങിനേക്കാൾ കൂടുതൽ RPFും CRPയും സംയുക്തമായിട്ട് കേന്ദ്ര സംസ്ഥാന സേനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ കർശനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സ്നിഫർ ഡോഗ് അടക്കമുള്ള മയക്കുമരുന്നുകൾ കണ്ടുപിടിക്കുന്നതിനും മറ്റ് നിരോധിത വസ്തുക്കൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും, മദ്യപിച്ചിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ അവരുടെ ഒക്കെ കണ്ടുപിടിച്ച് അവരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് കേരളത്തിൽ മൊത്തത്തിൽ ചെയ്തു വരുന്നുണ്ട്.